ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സൂര്യരഹസ്യത്തിന്റെ ചുരുളഴിച്ച് ഇന്ത്യയുടെ ആദിത്യ L1 CMEകളിൽ നിന്ന് ഭൂമിക്ക് സംരക്ഷണമേകാനായി കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകാൻ ഇന്ത്യയുടെ കണ്ടെത്തലിനാകും. സൂര്യനെക്കുറിച്ച് ഏറ്റവും സുപ്രധാനമായ വിവരം ശാസ്ത്രലോകത്തിന് സമ്മാനിച്ച് ഇന്ത്യയുടെ കന്നി സൗര പര്യവേഷണ ഉപഗ്രഹമായ ആദിത്യ L1. സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ഭൂമിയിലടക്കം എത്താറുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകൾ ആരംഭിക്കുന്ന സമയം കൃത്യമായി കണക്കുകൂട്ടാനാകുമെന്ന കണ്ടെത്തലാണ് ISRO ആദ്യ സൗരദൗത്യത്തിൽ നടത്തിയിരിക്കുന്നത്. സൂര്യന്റെ പുറംപാളിയിൽ നിന്ന് ആവിർഭവിക്കുന്ന കൊറോണൽ മാസ് ഇജക്ഷനെ കുറിച്ച് പഠിക്കുന്ന ഇസ്രോ അയച്ച ആദിത്യ L1 എന്ന ബഹിരാകാശ പേടകത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഇത്. സൂര്യനിൽ നിന്ന് അടിക്കടി ഉണ്ടാകുന്ന കൊറോണൽ മാസ് ഇജക്ഷനുകളിൽ നിന്ന് ഭൂമിക്ക് സംരക്ഷണമേകാൻ കഴിയുന്ന നിർണായക വിവരം കണ്ടെത്തിയിരിക്കുകയാണ് ISROയുടെ ആദിത്യ L1 സൗര നിരീക്ഷണ പേടകം. CME ആരംഭിക്കുന്ന കൃത്യമായ സമയം കണക്കുകൂട്ടാൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്ന വിവരങ്ങൾ പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന ഉപകരണം രേഖപ്പെടുത്തി. ആദിത്യ L1ലെ 7 ശാസ്ത്രീയ ഉപകരണങ്ങളിലൊന്നാണ് വെൽക്ക്. സൂര്യനിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്മയും സൗരവാതകങ്ങളും കാന്തിക ക്ഷേത്രങ്ങളും പുറന്തള്ളുന്നതിനെയാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് വിളിക്കുന്നത്. സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ബഹിരാകാശത്ത് പടരുന്ന CMEകൾ ഭൂമിയിലേക്കും സഞ്ചരിക്കുമെങ്കിലും ഭൂമിക്ക് കാന്തമണ്ഡലം ഉള്ളതിനാൽ ഇത്തരം സൗര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് ഹാനികരമാകാറില്ല. എന്നാൽ CMEകൾ വഴി റേഡിയോ പ്രക്ഷോഭണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. GPS അടക്കമുള്ള നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാറുണ്ടാകാറുണ്ട്. പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സാറ്റലൈറ്റുകൾ എന്നിവയിൽ തകരാറുകൾക്കും കാരണമാവാറുണ്ട്. ഈ പ്രശ്നങ്ങളെ മറികടക്കാനായി മുന്നൊരുക്കങ്ങൾ നടത്താൻ ISROയെ സഹായിക്കുന്നതാണ് ആദിത്യ L1ന്റെ ഇപ്പോഴത്തെ വലിയ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോഫ്റ്റ് ബാങ്ക് സ്ഥാപകനായ മസയോഷി സൺ ഇന്ത്യ സന്ദർശിക്കുന്നു. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ സോഫ്റ്റ് ബാങ്ക് നിക്ഷേപം നടത്താൻ സാധ്യത. പ്രധാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലെ സോഫ്റ്റ് ബാങ്കിന്റെ നിക്ഷേപ താൽപര്യങ്ങൾ എടുത്തു കാണിക്കുന്നു. അടുത്തിടെ മസയോഷി സൺ ഒലയുടെ CEO ഭവിഷ് അഗർവാളുമായി കൂടിക്കാഴ്ചയിൽ AI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, റിന്യൂവബിൾ എനർജി എന്നിവയുടെ വളർച്ചയെ ഇന്ത്യയിൽ എങ്ങനെ നയിക്കാമെന്ന് ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിന് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുമെന്നും ഭവിഷ് അഗർവാൾ Xൽ കുറിച്ചു. റൈഡ് ഹെയിലിംഗ് ബിസിനസ്, ഇലക്ട്രിക് മൊബിലിറ്റി സംരംഭങ്ങളെ പിന്തുണച്ചുകൊണ്ട് സോഫ്റ്റ് ബാങ്ക് ഒലയുടെ ദീർഘകാല പിന്തുണക്കാരാണ്. അഗർവാളിന് പുറമെ മുകേഷ് അംബാനി, നവീൻ തിവാരി എന്നിവരുമായും സൺ ചർച്ചകൾ നടത്തും. സോഫ്റ്റ് ബാങ്കിന്റെ ഇന്ത്യയിലെ ഭാവി നിക്ഷേപങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി മോദിയുമായുള്ള ഷെഡ്യൂൾ ചെയ്ത കൂടിക്കാഴ്ചയും സന്ദർശനത്തിൽ ഉൾപ്പെടുന്നു. ഒല, പേടിഎം, സ്വിഗ്ഗി, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളിലെ സോഫ്റ്റ് ബാങ്കിന്റെ നിക്ഷേപം ഇതിനകം തന്നെ സ്റ്റാർട്ടപ്പ് ലാൻഡ്സ്കേപ്പിനെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൈക്രോസോഫ്റ്റിനെതിരെ വിശ്വാസവഞ്ചന കേസിൽ അന്വേഷണം ആരംഭിച്ച് US ഫെഡറൽ ട്രേഡ് കമ്മീഷൻ. സോഫ്റ്റ്വെയർ ലൈസൻസിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിസിനസ്സുകൾ എന്നിവയുൾപ്പെടെയുള്ളവയിലെ ആധിപത്യം അന്വേഷിക്കും. ജനുവരിയിൽ അധികാരത്തിലേറുന്ന FTC ചെയർ ലീന ഖാൻ അന്വേഷണത്തിന് അംഗീകാരം നൽകി. അസൂർ ക്ലൗഡ് സേവനത്തിൽ നിന്ന് മറ്റ് മത്സര പ്ലാറ്റ്ഫോമുകളിലേക്ക് ഉപഭോക്താക്കൾ ഡാറ്റ മാറ്റുന്നതിൽ നിന്ന് തടയുന്നതിനുള്ള ലൈസൻസിംഗ് നിബന്ധനകൾ ഏർപ്പെടുത്തിക്കൊണ്ട് മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ വിപണിയിലെ ആധിപത്യം ദുരുപയോഗം ചെയ്യുന്നു എന്നായിരുന്നു ആരോപണം. സാധ്യതയുള്ള ആരോപണങ്ങൾ FTC പരിശോധിക്കും. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തോടെ അന്വേഷണം ഉണ്ടാകില്ലെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ മൈക്രോസോഫ്റ്റ് അടക്കം വലിയ ടെക് കമ്പനികൾ ഇപ്പോൾ അന്വേഷണം നേരിടുകയാണ്. സൈബർ സുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും FTC പരിശോധിക്കും. ഉൽപാദനക്ഷമതയിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറിലും ആധിപത്യം പുലർത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. അതിനാൽ അതിന്റെ ലൈസൻസിംഗ് തീരുമാനങ്ങൾ മൊത്ത വിപണിയെ ബാധിക്കും. മൈക്രോസോഫ്റ്റിൽ നിന്ന് FTC വിശദമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇടറോഡുകളിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കണമെന്ന മുന്നറിയിപ്പ്. 3 യുവാക്കൾ നദിയിലേക്ക് വീണു മരിച്ച സംഭവത്തിൽ ഗൂഗിൾ മാപ്പ് അധികൃതർക്കെതിരെയും അന്വേഷണം.
ഉത്തർപ്രദേശിൽ പാലത്തിൽ നിന്നും 3 യുവാക്കൾ നദിയിലേക്ക് വീണു മരിച്ച സംഭവത്തിൽ ഗൂഗിൾ മാപ്പ് അധികൃതർക്കെതിരെയും അന്വേഷണം. പൊതുമരാമത്ത് വകുപ്പിലെ 4 എഞ്ചിനീയർമാർക്കും ഗൂഗിൾ മാപ്സിലെ പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥനുമെതിരെ കേസെടുത്തതായും റിപ്പോർട്ടുണ്ട്. യുവാക്കൾ പൂർത്തിയാകാത്ത പാലത്തിൽ നിന്നും നദിയിലേക്ക് വീഴുകയായിരുന്നു. രാത്രിയായിരുന്നു സംഭവം. പാലം പൂർത്തിയാകാത്തതാണെന്ന് ഗൂഗിൾ മാപ്പോ പൊതുമരാമത്ത് വകുപ്പോ മുന്നറിയിപ്പ് നൽകാത്തതിനെ തുടർന്നാണ് കേസ്. സംഭവത്തിൽ ഇടറോഡുകളിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കൂടാതെ കാര്യമായ പ്രശ്നമോ സ്ഥിരമായ ഗതാഗത തടസ്സമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൂഗിൾ മാപ്പ് കോൺട്രിബ്യൂട്ട് എന്ന ഓപ്ഷനിൽ രേഖപ്പെടുത്തുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാം. തെറ്റായി കിടക്കുന്ന സ്ഥലനാമങ്ങളും അടയാളപ്പെടുത്താത്ത മേഖലകളുമൊക്കെ ഈ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കാം. ഇത്തരം ഫീഡ്ബാക്കുകളിലൂടെ മാത്രമേ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓൺലൈൻ ഗെയിമിംഗ് കമ്പനിയായ നസാര ടെക്നോളജീസ് 855 കോടി രൂപ സമാഹരിച്ചു. 8.9 ദശലക്ഷത്തിലധികം ഇക്വിറ്റി ഷെയറുകളുടെ മുൻഗണനാ ഇഷ്യൂവിലൂടെയാണ് ഫണ്ട് സമാഹരിച്ചത്. സെപ്റ്റംബറിൽ നസാരയുടെ ബോർഡ് അംഗീകരിച്ച ധനസമാഹരണം കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30.6 കോടിയിൽ നിന്ന് 34.2 കോടി രൂപയായി ഉയർത്തി. SBI മ്യൂച്വൽ ഫണ്ടാണ് ഫണ്ടിങ്ങിന് നേതൃത്വം നൽകിയത്. ബിസിനസ് വിപുലീകരണത്തിന് ഫണ്ട് ഉപയോഗിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. അബ്സല്യൂട്ട് സ്പോർട്സിൽ 19.35% അധിക ഓഹരി സ്വന്തമാക്കാനും സബ്സിഡിയറിയിലെ അതിന്റെ ഉടമസ്ഥാവകാശം 91% ഉയർത്താനും ഇത് ലക്ഷ്യമിടുന്നു. കോമിക്കോൺ ഇന്ത്യ മാർക്കറ്റിംഗ് സ്ഥാപനമായ പബ്ലിഷ്മേ സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഇവന്റ് കമ്പനിയായ ബ്രാൻഡഡ്, ടർക്കിഷ് എക്സ്പോർട്ട് സ്ഥാപനമായ നിഞ്ച ഗ്ലോബൽ എന്നീ കമ്പനികളെ നസാര ഏറ്റെടുത്തു. UK ആസ്ഥാനമായുള്ള ഗെയിമിംഗ് സ്റ്റുഡിയോ ഫ്യൂസ്ബോക്സ് ഗെയിംസ്, കിഡോപ്പിയയുടെ ഡെവലപ്പറായ പേപ്പർ ബോട്ട് ആപ്പുകൾ എന്നിവയും നസാര ഏറ്റെടുത്തു. ഇന്ത്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക തുടങ്ങിയ വിപണികളിലെ ലയനങ്ങൾക്കും ഏറ്റെടുക്കലുകൾക്കുമായി നസാര ഏകദേശം 830 കോടി രൂപ നീക്കിവെക്കുന്നതായാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ 30 അവസാനിച്ച പാദത്തിൽ സമ്മിശ്ര സാമ്പത്തിക പ്രകടനമാണ് നസാര രേഖപ്പെടുത്തിയത്. പ്രവർത്തന വരുമാനം 7.3% വർദ്ധിച്ച് 318.9 കോടി രൂപയായപ്പോൾ അറ്റാദായം 32.7% ഇടിഞ്ഞ് 16.2 കോടി രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.